നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, കറിവേപ്പില വാരി വിതറി. കടുകിൻ്റെ കയ്യിലില്ല കേട്ടോ, കടുകിടാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ളതല്ലേ ഇടാൻ പറ്റൂ. പിന്നെ ഒരു ഉള്ളി കണ്ടിച്ച്, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഇവനെ അങ്ങോട്ട് ഇടുകയാണ്. ഇത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഇവിടെ ഒരു 10-10:30 ആയി കാണും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ചിക്കൻ കഴിക്കണമെന്ന് തോന്നി, അതും ഹെൽത്തി ആയിട്ട്, അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇത് ഉരുളക്കിഴങ്ങിട്ടു, ഇത്രയും സാധനമേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് വാരിയിടാം. ഇത് നമ്മുടെ തന്നെ ഒരു ഡിഷാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഉപ്പ് വാരിയിട്ടു, കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് ഇവനെ മിക്സാക്കാം. അത് മിക്സാക്കി കഴിഞ്ഞിട്ട് വേണ്ട കോഴി. ഈ ഇറച്ചി ഞാൻ കുറച്ച് മുമ്പേ വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇതിനെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇവനെ ഇങ്ങോട്ട് ഇട്ടു. മെല്ലെ ഇത് ഇളക്കുകയാണ്. അതെ, ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ ഇളക്കുന്നത് തവി, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്ത് ഇട്ടതല്ല കേട്ടോ. അതിവിടെ ഞങ്ങൾക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫുഡ് എടുത്തതാണ്. ഇത് ബാക്കിയുള്ളവരെല്ലാം ഫുഡ് എടുത്ത് കഴിച്ചതാണ്. അതിൻ്റെതാണ് കേട്ടോ. ആ തവി ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഉപയോഗിച്ചതാണ്, കഴുകിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ വെച്ച് പിന്നെ മെല്ലെ ഇത് വേവിക്കാം. ഇത് ഈ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചതല്ല, ഇതിൻ്റെ അകത്തുള്ള, കോഴിക്കകത്തുള്ള വെള്ളമാണ് കേട്ടോ. ഇത് നല്ലോണം അങ്ങോട്ട് മിക്സായി നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം വറ്റി നല്ല ടേസ്റ്റായിരുന്നു. എന്തോ എനിക്കിഷ്ടമാണ് കോഴിക്കറി ഉണ്ടാക്കണത്. ഇത് ഈ വെള്ളമെല്ലാം നല്ലോണം അങ്ങോട്ട് വറ്റി വരുമ്പം ഈ ഉരുളക്കിഴങ്ങും വെന്ത്, കോഴി ഇറച്ചിയൊക്കെ വെന്ത് നല്ല ഡ്രൈ ആകും. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്ത് റെഡിയായി വരുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ബൈ ബൈ, കാണാം പിന്നെ. ഓക്കെ, ബൈ.